പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സമസ്ത വാർഷിക പരീക്ഷ 1-ാം ക്ലാസ് ദുറൂസ് അറബി മലയാളം മക്കളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, മോഡൽ ചോദ്യപേപ്പർ ഏത് രൂപത്തിലാണ് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. ഈ മാസം അഥവാ ജനുവരി 28-ാം തീയതി ബുധനാഴ്ചയാണ് ദുറൂസ് അറബി മലയാളം എഴുത്തു വായന പരീക്ഷ ഉണ്ടാവുക. ചോദ്യപേപ്പറിൻ്റെ ഒരു പുറത്ത് വായന പരീക്ഷയും മറുപുറത്ത് എഴുത്തു പരീക്ഷയുമായിരിക്കും. പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കാണാം. സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം എന്നുള്ളതാണ്. അക്ഷരങ്ങൾ ഹർക്കത്തിടാതെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വരങ്ങൾ അപ്പുറത്തൊരു കള്ളിയിലാക്കി നൽകിയിട്ടുണ്ട്. ഈ അക്ഷരങ്ങൾ അറബി മലയാളം അക്ഷരങ്ങൾ നമ്മൾ അതിൻ്റെ അടുത്ത് വട്ടത്തിൽ കൊടുത്തിരിക്കുന്ന സ്വരങ്ങൾ ചേർത്തി വായിക്കാനാണ്. 4 അക്ഷരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തേതിൽ ലാമാണ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു യാവും നൽകിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്വരം ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തി എങ്ങനെ വായിക്കുമെന്ന് കുട്ടികളോട് നമ്മൾ ചോദിക്കുക. അവർക്കറിയുന്നുണ്ടാകും. അവർ വായിക്കും. ലേ എന്നാണ്, നീട്ടാനുണ്ട്. യാ ശേഷമുള്ളത് കൊണ്ട് അല്പം നീട്ടണം. ലേ എന്നാണ്. ഇനി പായുണ്ട്, വാവുണ്ട്, പിന്നെ അതിൻ്റെ സ്വരവും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണത് ചേർത്തി വായിക്കുക? പോ എന്നാണ് വായിക്കുക. ശേഷം കാഫാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഗായിലേക്കുള്ള ഒരു ദീർഘവുമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്വരവും നൽകിയിട്ടുണ്ട്. കുട്ടികൾ വായിക്കും. ഗേ എന്നാണ് വായിക്കുക. ശേഷം അറബിയിലെ ലോദ് പോലത്തെ ഒരു അക്ഷരം, അതിൻ്റെ താഴെ ഒരു പുള്ളിയും നൽകിയിട്ടുണ്ട്. ഫതഹും നൽകിയിട്ടുണ്ട്. ലാ എന്നാണ് വായിക്കുക. ലോ എന്നല്ല, ലാ എന്നാണ് വായിക്കുക. അപ്പം ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഇത് ഉസ്താദിന് വായിച്ചു കൊടുക്കേണ്ടത്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ അറബി മലയാളം അക്ഷരങ്ങൾ വായിക്കാം എന്നുള്ള ചോദ്യമാണ്. 6 അറബി മലയാളം അക്ഷരങ്ങളുണ്ട്. വളരെ നിർബന്ധമാണ് അറബി മലയാളം അക്ഷരങ്ങൾ കുട്ടികൾ അറിഞ്ഞിരിക്കൽ. നമുക്ക് പഠിപ്പിക്കാനുള്ള എളുപ്പത്തിന് പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ മലയാള അക്ഷരങ്ങളും അറബി മലയാള അക്ഷരങ്ങളും ഒരുമിച്ച് നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് നന്നായി പഠിപ്പിക്കുക. കാരണം ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, റൗണ്ട് ചെയ്തിട്ട് 6 അക്ഷരങ്ങളാണ്. ആദ്യത്തേത് ന എന്നാണ് വായിക്കുന്നത്. രണ്ടാമത്തത് കുട്ടികൾക്ക് എളുപ്പം വായിക്കാൻ കഴിയും, ര എന്നാണ്. പിന്നെ ഡയറിയിലെ ഡായാണ്. പിന്നെ ഞ എന്നുണ്ട്, ങ എന്നുണ്ട്, ട എന്നുണ്ട്. ഇങ്ങനെ 6 അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മൾ ഇതുപോലെ ഓരോ അക്ഷരങ്ങളും എഴുതി അവരോട് ചോദിച്ചു നോക്കുക. അവർക്ക് പറയാൻ കഴിയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വല്ല അക്ഷരങ്ങളും പ്രയാസമുണ്ടെങ്കിൽ അതുമാത്രം നന്നായി പഠിപ്പിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറേ സമയം ലാഭിക്കാം. ആദ്യം എല്ലാ അക്ഷരങ്ങളും കുട്ടികളെ കൊണ്ട് വായിപ്പിച്ചു നോക്കുക. വായിക്കാത്ത അക്ഷരങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് ഓരോന്നും ഓരോ പേപ്പറിൽ എഴുതി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ പഠിപ്പിക്കുക. എളുപ്പമായിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ചേർത്തു വായിക്കാം എന്നൊരു ചോദ്യമാണ്. നമ്മുടെ ദുറൂസ് അറബി മലയാള ബുക്കിൽ ങ, ച എന്നീ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ആ പാഠത്തിലെ തദ്രീബാത്തിൽ പ്രവർത്തനങ്ങളിൽ ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ങ എന്നുള്ളത് അതിൻ്റെ സ്വരം നൽകാതെ അവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ച എന്നുള്ള അക്ഷരത്തിൻ്റെ സ്വരങ്ങൾ നൽകാതെ അതും അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ യോജിച്ച രൂപത്തിൽ നമ്മളതിന് ശേഷം വരുന്ന വായിക്കണം എന്നുള്ളതാണ്. ആദ്യം തേ എന്നാണ്, തെങ്ങിൽ കയറി എന്നുള്ളതാണ്. കാരണം കയറി എന്നവിടെ ഉണ്ട്, പിന്നെ തേ എന്നുമുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും, തെങ്ങിൽ കയറി. അടുത്തത് ച എന്നുണ്ട്, ല, ചല എന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്ഷരം അവിടെ, പിന്നെ കുലു എന്നുണ്ട്. അപ്പോൾ ആ പാഠഭാഗത്തിൽ വന്ന വാക്കുകൾ ഓർത്തെടുത്ത് കുട്ടികൾ വായിക്കും. ചെങ്ങല കുലുങ്ങും എന്നുള്ളതാണ്. ഇനി അടുത്തതിൽ ങ്ങാതി എന്നുണ്ട്. അപ്പോൾ ഈ ഒരു അക്ഷരം വെക്കുമ്പോൾ തന്നെ ചെങ്ങാതി എന്നാണ്. പിന്നെ എമ്പോത്ത് എന്നുണ്ട്.
എളുപ്പമാണ്, ചമ്പോത്ത്. അടുത്തത് ഇങ്കിൽ കുടുങ്ങി അഥവാ ചങ്കിൽ കുടുങ്ങി, ഇങ്ങനെയാണ് വായിക്കുക. വളരെ എളുപ്പമുള്ളൊരു പ്രവർത്തനമാണ്, ഒന്ന് മനസ്സിരുത്തി വായിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് കുട്ടികളോട് ശേഷമുള്ളത് ആദ്യം വായിച്ച് നോക്കാൻ വേണ്ടി പറയുക, എങ്കിൽ ആ അക്ഷരം ഏതാണ് എന്നുള്ളത് വേഗത്തിൽ മനസ്സിലാകും. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ വിരൽ വെച്ച് വായിക്കാം എന്നൊരു ചോദ്യമാണ്. ഇതുപോലത്തെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. പാഠഭാഗങ്ങളിലെ എല്ലാ പദങ്ങളും കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏതാണ് ചോദിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ പഠിപ്പിക്കാത്തതാണ് ചോദിച്ചതെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മാർക്ക് നഷ്ടപ്പെടാനത് കാരണമാകും. ഇവിടെ നൽകിയിട്ടുള്ളത് ഭരണി, ഡയറി, രഥം, പുഷ്പം എന്നീ 4 വേർഡുകളാണ്. ഈ വേർഡുകൾ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വേർഡുകൾ ചോദിച്ചേക്കാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വായിച്ച് കഴിഞ്ഞത് ദുറൂസ് അറബി മലയാളത്തിൻ്റെ വായന പരീക്ഷയാണ്. അൽ ഖിറാഅ വായന പരീക്ഷയാണ് നമ്മൾ കഴിഞ്ഞത്. ഇനി ഇതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ദുറൂസ് അറബി മലയാളത്തിൻ്റെ എഴുത്ത് പരീക്ഷയുണ്ട്, അത് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് വായന പരീക്ഷയേക്കാൾ അല്പം ബുദ്ധിമുട്ടുള്ളത് എഴുത്തു പരീക്ഷയാണ്. കാരണം അക്ഷരങ്ങളും വാക്കുകളൊക്കെ മനസ്സിലാക്കി എഴുതാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പരമാവധി ഇതുപോലത്തെ മോഡൽ ചോദ്യപേപ്പറുകൾ നോക്കി എഴുതിപ്പിച്ച് ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നൽകിയിട്ടുള്ളത് ചിത്രത്തിൻ്റെ പേര് അറബി മലയാളത്തിൽ എഴുതാം. ഇങ്ങനൊരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. യമു, മാങ്ങ, കണ്ണ്, ഗുളിക, മരം, ചക്ക എന്നീ 6 ചിത്രങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം അതിൻ്റെ പേരെഴുതാനുള്ള ഒരു സ്ഥലം കുത്തുകുത്തിയിട്ട് നൽകിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നതിൻ്റെ പേരവിടെ എഴുതി കൊടുക്കാനാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ വാക്കുകളൊക്കെ കുട്ടികൾക്ക് എളുപ്പം എഴുതാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാഠഭാഗങ്ങളിൽ വന്ന മറ്റു ചിത്രങ്ങളുടെ പേരുകൾ, ഇത് കുട്ടികൾ ശരിയാവണ്ണമാണോ എഴുതുന്നത്, മറ്റു തെറ്റുകളുണ്ടോ എന്ന് നമ്മളൊന്ന് എഴുതിപ്പിച്ച് നോക്കുക. തെറ്റുകളുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പ്രാധാന്യം നൽകി അത് നന്നായി പഠിപ്പിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ കൊടുത്ത പദങ്ങളിൽ വിട്ട അക്ഷരങ്ങൾ ചേർത്തു പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വാക്കുകളായിരിക്കും. ആ വാക്കുകൾ നമ്മൾ ആലോചിച്ച് അതിൻ്റെ മുന്നുള്ള അക്ഷരവും ശേഷമുള്ള അക്ഷരവും വായിച്ചാൽ തന്നെ നമുക്ക് ആ വാക്കുകൾ ഓർമ്മ വരും. ഈ ഒരു ചോദ്യം ചിലപ്പോൾ ഇതുപോലെ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ കൂടുതലായും ഇതുപോലത്തെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അപ്പുറത്ത് ചെറുതായി നൽകിയിട്ടുണ്ടാവും. ആ ചിത്രങ്ങൾ മനസ്സിലാക്കി ഓരോ വേർഡുകളും വിട്ടുപോയത് അക്ഷരങ്ങൾ അവിടെ എഴുതി കൊടുക്കാനാണ് ഉണ്ടാവാറുള്ളത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് നോക്കൂ, ച ഡാഷ് എന്നാണ്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലെ പ്രധാന വേർഡാണ് ചഷം എന്നുള്ളത്. അതിൻ്റെ ബാക്കിയാണ് അവിടെ പോയിട്ടുള്ളത്. അതപ്പോൾ ഇല്ലാത്ത അക്ഷരം അവിടെ എഴുതി കൊടുക്കാൻ കുട്ടികളോട് പറയുക. ഇനി രണ്ടാമത്തേലേക്ക് വരുമ്പോൾ പൂ എന്നുണ്ട്, ഡാഷ് വീണ്ടും പം എന്നുണ്ട്, പുഷ്പം എന്നുള്ളതാണ്. കുട്ടികൾ എളുപ്പത്തിൽ തന്നെ അത് പറയും. മൂന്നാമത്തത് പീഡ എന്നുണ്ട്. എന്താണ് വിട്ടുപോയത്? പീഠം എന്നുള്ളതാണ് അതിൻ്റെ മുഴുവനായ വാക്ക് എന്ന് കുട്ടികൾ പറയും. വിട്ടുപോയ അക്ഷരവും അവർ പറഞ്ഞു തരും. നാലാമത്തത് ഡയ എന്നുണ്ട്, ഡയറി എന്നതാണ് അത് മുഴുവനായിട്ടുള്ള വാക്ക്. അഞ്ചാമത്തത് രഥ എന്നുണ്ട്, രഥം എന്നാണ്. ആറാമത്തത് ഓട്ടോറിക് എന്നുണ്ട്, മുഴുവനായിട്ടും ഓട്ടോറിക്ഷ എന്നുള്ള വാക്കാണ് അവിടെ പോയിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഇത് എളുപ്പമാണെങ്കിൽ ഇതിൻ്റെ ചിത്രം കൂടെ അപ്പുറത്ത് നൽകും. എങ്കിലും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ശീലിച്ചാൽ അവർക്ക് പിന്നെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ പദങ്ങൾ നോക്കി എഴുതാം എന്നുള്ളതാണ്. കഴിഞ്ഞ തഫീമു തിലാവയുടെ വിഷയം പറഞ്ഞ പോലെ തന്നെ വൃത്തിക്കനുസരിച്ചാണ് നമുക്ക് മാർക്ക് ലഭിക്കുക. അതുകൊണ്ട് കുട്ടികളോട് ശരിയാവണ്ണം അതുപോലെ നല്ല നോക്കി ശ്രദ്ധിച്ച് എഴുതാൻ വേണ്ടി പ്രത്യേകം പറയണം. 4 വാക്കുകളുണ്ട്, കളർഫുള്ളാണ്. 4 വാക്കുകൾക്ക് താഴെയും എഴുതാനുള്ള കള്ളി നൽകിയിട്ടുണ്ട്. സ്വർഗം, സംഘം, കുലുങ്ങും, ചങ്ങാതി, ഈ 4 വേർഡുകൾ അതുപോലെ തന്നെ എഴുതുക. വൃത്തിയിൽ എഴുതാൻ വേണ്ടി കുട്ടികളോട് പ്രത്യേകം പറയണം. കാരണം ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
നാലാമത്തതിലേക്ക് വരുമ്പോൾ നിറം കൊടുക്കാം എന്നുള്ള ഒരു ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ കളർ കൊടുത്തയക്കുന്നത് ഉചിതമായിരിക്കും. ഇവിടെ ഉപ്പ പണം തന്നു എന്ന ഒരു വാക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 3 വേർഡുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളർ കൊടുക്കുമ്പോൾ അക്ഷരങ്ങളുടെ ഉള്ളിൽ തന്നെ കൊടുക്കാൻ വേണ്ടി പറയണം. പുറത്തേക്ക് ആയി അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്ന രൂപത്തിലാകുമ്പോൾ നിർദ്ദേശിച്ച മാർക്ക് നമുക്ക് കുറഞ്ഞു പോകും. തഫീമു തിലാവയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിനേക്കാൾ നല്ല മോഡൽ ചോദ്യപേപ്പറുകൾ പരിചയപ്പെടുത്തുന്ന വീഡിയോ വരാനുണ്ട്. നഷ്ടമാവാതിരിക്കട്ടെ. ഇനി ദീനിയാത്തിൻ്റെയും വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് കൂടെ കൂടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ മറ്റോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.